കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഏത് രീതിയിലാണ് പ്രതികരിച്ചു തുടങ്ങിയത്? ഇത് ഇപ്പോൾ ശരിക്കും ഇതിന് ഒരു ചിന്ത ഞങ്ങളിലുണ്ടായത് ഞങ്ങളുടെ ഈ ക്യാമ്പ് സാധാരണ രക്ഷകർത്താക്കളുടെ അനുമതിയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നു എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ അവർക്ക് സ്കൂൾ തലത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനം വേണമെന്നും ഇതിന് നിൽക്കണമെന്നും ഒക്കെ ധാരാളം അധ്യാപകർ രക്ഷകർത്താക്കള് കുട്ടികളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശം വെച്ചുകയും അതിന് വേണ്ട പ്രാഥമികമായിട്ടുള്ള ഓർഡേഴ്സ് എല്ലാമായി. ശരിക്കും ഒരു സ്കൂൾ തലത്തിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിന് മോണിറ്റർ ചെയ്യാനും ഇത് നടക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നടത്തുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കാരണം സ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ അതാത് സ്കൂളിന്റെ ഒരു ഇതായി മാറിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം പോലെ ഇരിക്കും അത് കൃത്യമായി കാര്യക്ഷമമായി നടക്കാനാണ്. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യാൻ അധ്യാപകർക്ക് നമ്മൾ പരിശീലനം കൊടുക്കും. എന്നിട്ട് അക്കാഡമി ഇത് ശരിക്കും മോണിറ്റർ ചെയ്യും. സംവിധാനമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതിന്റെ പ്രോജക്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അവരുടെ അല്ല ഗവൺമെന്റ് വിദ്യാഭ്യാസ ഡയറക്ടർ പിന്നെ ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വന്നു ഇത്തരത്തിലുള്ള ഒരു സംവിധാനമായി രൂപപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനാവൂർ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സഹായത്തോടു കൂടി ഇത് ഗവൺമെന്റ് അതിന് വേണ്ട ഓർഡർ തന്നു. എല്ലാ UP ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിലും നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട ഡയറക്ടർമാരുടെ അനുമതി കിട്ടി. അപ്പൊ അതിന് ഇനി അതിന്റെ താഴോട്ട് തലത്തിലുള്ള അനുമതി ഹെഡ് മാസ്റ്റേഴ്സിന് വേണ്ട നിർദ്ദേശമൊക്കെ ചെല്ലണം. ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകരെ ഒരു ഇതിനോട് താല്പര്യമുള്ള ഈ സേവന മനോഭാവമാണ്. ആ മനോഭാവമുള്ള സാർ ഇത് സ്കൂളിൽ ഏറ്റെടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ആ അധ്യാപകന് ഞങ്ങൾ പരിശീലനം കൊടുക്കും. ഇങ്ങനെ ചെയ്യണം എന്നുള്ള പരിശീലനം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ അക്കാദമിയുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടാവും? അക്കാദമി അതിനകത്ത് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും ഇപ്പോൾ നടത്തുമ്പോൾ സ്കൂളുകൾ നടത്തുന്ന എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സംശയം എപ്പോഴും നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു വനമേഖലകളെന്ന് പറയുന്ന എല്ലാ വനമേഖലകളിലേക്കും നമുക്ക് ഇടപെടാൻ സാധിക്കില്ല അല്ലെങ്കിൽ അല്ല വനമേഖലകളിലേക്ക് ഞങ്ങളിപ്പോൾ ചെയ്തേക്കുന്നേ ഞങ്ങൾ അക്കാദമി തന്നെ അത് പക്ഷേ കേരളത്തിലെ ഏക സാഹസിക അക്കാദമി ആയിരിക്കും ഈ രംഗത്ത് അനുമതിയുള്ള. ഞങ്ങൾ ഗവൺമെന്റിലെ വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ ട്രക്കിംഗ് നടത്തുന്നതിന് കാരണം നിയന്ത്രണങ്ങളുണ്ട്. അപ്പോ അങ്ങനെ അത് അനുമതി തന്നു. അതായത് ഞാൻ ചോദിച്ചു വരുന്നത് അപ്പം തന്നെ ഇതിന്റെ ഇത് മേടിക്കുകയാണ് അത് നിങ്ങൾക്ക് ഈ ഒരു അക്കാദമിക്ക് നടത്തുന്നതിന് ഗവൺമെന്റിന്റെ ജിയോ ഇപ്പൊ ഞങ്ങൾക്ക് നിലവിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ട്രക്കിംഗ് നടത്തണമെങ്കിൽ ആ സ്ഥലത്ത് ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന് അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിന് വേണ്ട അനുവാദം തരുന്നു. ഇത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തുടക്കത്തിൽ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒട്ടേറെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അഭിമുഖീകരിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തിച്ചാൽ ഇത് എത്രത്തോളം എത്തും. സാധാരണ സംഘടനകൾ രൂപം കൊള്ളുമ്പോൾ തന്നെ പൊഴിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയൊക്കെ അറിയാമെന്നുള്ള ആളാണ്. ഞാനും സംഘടനാ രംഗത്തൊട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിന് ഒരു സാധ്യത ചിന്തിച്ചിരുന്നു. പിന്നെ ഇത് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇത് തന്നെ നിലയ്ക്കുമോ, കാരണം ഇതിനുള്ള മറ്റ് ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവുകൾ കിട്ടുമോ എന്നുള്ള സാധ്യതകളൊക്കെ വന്നപ്പോഴത്തേക്ക്. പക്ഷെ തുടർന്ന് ഗവൺമെന്റ് യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റർ വിജയകുമാർ സാറ് ഞങ്ങൾക്ക് യുവജനക്ഷേമ വകുപ്പിന്റെ അനുമതിയും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേണ്ട പരിശീലനത്തിനും മറ്റു സഹായങ്ങളും ഒക്കെ നൽകി വരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ അതുപോലെ വനംവകുപ്പിന്റെ അനുമതി വനംവകുപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിക്കുകയും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണമൊക്കെ കിട്ടിയപ്പോൾ അതിനുപരി കുട്ടികളും രക്ഷിതാക്കളും നൽകിയ പിന്തുണ, ക്യാമ്പുകളിൽ കുട്ടികളെ അയച്ച് നൽകിയ പിന്തുണ 5-7 ദിവസം വനത്തിനകത്ത് താമസിച്ച് പെൺകുട്ടികളടക്കമുള്ള കുട്ടികളെ നമ്മളോടൊപ്പം അയക്കണമെങ്കിൽ അത് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ധൈര്യം നൽകിയ ഒരു ഘടകം. സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടകം മെയിൻ ഫാക്ടറാണ്. ഇപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഞങ്ങളുടെ ഭാവി പ്രവർത്തനത്തിന് ശരിക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിച്ച ക്യാമ്പുകളെല്ലാം കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ തന്നെ അവരുടെ യാത്ര ചെലവും ഭക്ഷണ ചെലവും വഹിച്ചാണ് സംഘടിപ്പിച്ചത്. അത് മൂന്നാറായാലും ശരി തന്നെ ധനുഷ്കോടിയിലായാലും ശരി തന്നെ 500 രൂപ കൂടുതൽ ഞങ്ങൾ ഒരു കുട്ടി വരുന്നത്. കാരണം അതിനാവശ്യമായി വരുന്ന ഭക്ഷണത്തിന്റെ യാത്ര ചെലവും ചിലപ്പോൾ ഞങ്ങളുടെയൊക്കെ എക്സ്പെൻസിന് ഞങ്ങൾ തന്നെ മീറ്റ് ചെയ്തുകൊണ്ട് ഒരു സേവന മനോഭാവം പോലെ അതിനകത്തൊരു ലാഭം കൊയ്യൽ പരിപാടി ഇല്ലാത്ത വിധത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് അത് വഹിക്കുക എന്നുള്ളതാണ്. ഇതിനകത്തൊരു പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൂടെ പറയുന്നുണ്ട്. ഞങ്ങളുടെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലാണ് തീർച്ചയായിട്ടും നടന്നത്. ഞങ്ങൾ തന്നെ 2-3 ട്രെയിനിങ്ങുകൾ നടത്തി. ഇപ്പൊ നെഹ്റു യുവ കേന്ദ്ര അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളോ ട്രെയിനിങ്ങോ നടത്താൻ ഒരു ഏജൻസിയും സാമ്പത്തിക സഹായം ഇല്ല എന്നുള്ളതാണ്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് നെഹ്റു യുവ കേന്ദ്രയുടെയും അതുപോലെ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിന്റെയും സഹകരണമുണ്ട്. നെഹ്റു യുവ കേന്ദ്രയുമായിട്ട് ചേർന്ന് ഞങ്ങൾ അഡ്വഞ്ചർ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ചോദിച്ചുള്ള നേതൃത്വ ലീഡർഷിപ്പ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് 7 days കോഴ്സ് നടത്തിയിട്ടുണ്ട്. ബിഹേവിയർ മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി സബ്ജക്റ്റുകൾ വെച്ചുകൊണ്ട് അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് വരെ
ഉള്ള വ്യക്തിബന്ധങ്ങൾ വരെയുള്ള വിഷയങ്ങൾ സബ്ജക്ട് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ അഡ്വഞ്ചർ ക്യാമ്പുകളിലും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ലീഡർഷിപ്പ് ഒരു സെഷനാണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു സെഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗെയിമുകൾ തന്നെ അവർക്ക് കൊടുക്കും. ഇതിന്റെ ഫാക്കൽറ്റീസ് ഒക്കെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ എടുക്കാറുണ്ട്, ഹാൻഡിൽ ചെയ്തെടുക്കാറുണ്ട്. ഞങ്ങൾ തന്നെ ട്രെയിനിങ് കൊടുത്ത് ഇതിനൊരു ഈ അഡ്വഞ്ചറസ് ഇതിനാണെങ്കിലും ഈ ഒരു അഡ്വഞ്ചറസ് മൗണ്ടനറിങ്ങിനൊക്കെ ഒരു പ്രാക്ടീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം സ്കൂൾ തലത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് വരുന്ന അധ്യാപകർക്കൊരു പ്രാക്ടീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലാണ്. എന്താണ് ഞങ്ങൾ ഈ പറയുന്ന സ്കൂൾ തലത്തിൽ അധ്യാപകർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ക്യാമ്പുകൾ നടത്തുന്നതിനുള്ള ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ അക്കാഡമിയിലെ മെമ്പേഴ്സാണ്. ഒരു സേവന സന്നദ്ധതയോടുകൂടിയാണ്. ആർക്കും തന്നെ ഒരു പ്രതിഫലവും ഇന്നോളം കൊടുത്തിട്ടുമില്ല. പക്ഷെ 5 ദിവസത്തെ ക്യാമ്പല്ല, 6 ദിവസമായാലും അവർ നടത്താൻ അവരുടെ സേവനം ഞങ്ങൾ എല്ലാവരും അങ്ങനെ. പക്ഷെ അവർക്കൊരു ട്രെയിൻഡ് ഉണ്ട്, അവർക്ക് അതിനുവേണ്ട പരിശീലനം. ഈ ട്രക്കിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ട്രക്കിംഗ് പരിപാടി ഉണ്ടാവാം. അതിനോടനുബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാം, ഒരു ദിവസത്തെ പരിപാടിയുണ്ട്. അപ്പൊ അതില് ഇപ്പൊ റോക്ക് ക്ലൈംബിംഗ്, മലകയറ്റത്തിനുള്ള പരിശീലനമുണ്ട്. അപ്പോൾ റോപ്പിലൂടെ ഒരു നദി മുറിച്ച് കിടക്കാൻ വാലി ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പിന്നെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അപ്പൊ ആ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പ്രത്യേകത ദുരന്ത നിവാരണത്തിന് അത് വളരെ സഹായമാണ്. ഒരു കയറേനിലൂടെ ഒരു വീട്ടിന്റെ മുകളിലേക്ക് കയറാൻ കഴിയുക, അല്ലെങ്കിൽ മരത്തിലേക്ക് കയറാൻ കഴിയുക, മുകളിൽ നിൽക്കുന്ന ഒരാളെ ഇറക്കുക, അല്ലെങ്കിൽ ഒരു 2 റോപ്പ് വഴി നടന്ന് ഒറ്റ റോപ്പിലൂടെ നടന്ന് അക്കരെ എത്തുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ്. പിന്നെ പ്രഥമ ശുശ്രൂഷ ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു കാര്യങ്ങൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുക്കിംഗ് വിത്തൗട്ട് റിസൾട്ട്സ്, അപ്പോൾ പാത്രമില്ലാത്ത പാചകം. പക്ഷെ അത് ചെയ്തുകൊണ്ട് ഒരു നേട്ടമുണ്ട്. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അല്ലാതെ തന്നെ ഒരു കാപ്പി തയ്യാറാക്കി കഴിക്കാൻ പോലും അറിയാത്ത ഒരു മേഖലയാണ് വരാൻ പോകുന്നത്. കുട്ടികളെ ഞങ്ങളെ ക്യാമ്പുകളിൽ വരുമ്പോഴും അറിയാം, അവർക്ക് സ്വന്തം ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും അവർ വേറെ ഒരാൾ അത് കഴുകി വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയെടുത്ത് ഈ ക്യാമ്പുകൾ കഴിയുമ്പോൾ അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാശ്രയത്വം, സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിച്ച് അവർക്ക് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് പഠിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നീന്തൽ പരിശീലനം, ജലസാഹസ്യ വിനോദങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ശരിക്കും ഇതിനകത്ത് ഉൾപ്പെട്ട് പ്രവർത്തിച്ച ഏതെങ്കിലും കുട്ടികൾ ഇതിനുശേഷം ഒരു സാഹസിക മനോഭാവത്തോടെ പുറത്ത് പ്രവർത്തിക്കുക, ആരെങ്കിലും ജീവൻ രക്ഷിക്കുക, അങ്ങനെ ഒരു തലത്തിലേക്ക് എപ്പോഴെങ്കിലും ഉയർന്നതായി അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാഹസ്യ മനോഭാവത്തിൽ പ്രവർത്തിച്ച കുട്ടികളുണ്ട്. ഇപ്പോ ഞങ്ങളുടെ തന്നെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിലേക്ക് പോയ ഒരു സംഘം അവിടെ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് തൊട്ടടുത്ത് സൈഡിലെ വെള്ളത്തിലേക്ക് വീണ് 3-4 പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങളെ മരുതോമലയിൽ ക്യാമ്പ് നടക്കുന്ന സമയമായി. ഞങ്ങളെ തന്നെ 2 പ്രവർത്തകരെ നേരത്തെ മുൻകൂട്ടി ബസ്സിൽ ഇങ്ങനെ 2 കുട്ടികളുമായിട്ട് പോവുകയായിരുന്നു കന്യാകുമാരി. അവരവിടെ ഇറങ്ങുകയും അവരെ 2 പേരുടെ രക്ഷപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ ബോഡിയൊക്കെ എടുക്കുന്നതിനും ഒക്കെ സഹായിച്ചു. അപ്പൊ അത്തരത്തിൽ ഇറങ്ങാൻ അവർ പിന്നീട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഈ ക്യാമ്പ് ശേഷമാണ് ആ ഒരു മനസ്സ് ഉണ്ടായെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകളും ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയുക എന്ന് പറയുന്നത് വളരെ മുന്നോട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അവരെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയില്ല. നമ്മൾ അടുത്ത ക്യാമ്പിനായിരിക്കും അവരെ കാണുന്നത്. അത്തരത്തിലുള്ള അവർക്കിടയിൽ ഒരു ഫോളോ അപ്പ് നടത്താൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടോ? ചില കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പഠന കാര്യങ്ങൾ അവരെത്രത്തോളം എത്തി എന്നുള്ളത് രക്ഷകർത്താക്കളുമായിട്ടും എല്ലാവരുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ട്. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അവിടെ എവിടെയെങ്കിലും ടീനേജ് ക്ലബ്ബുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് പ്രാദേശികമായിട്ടാണ് ഒരു പ്രദേശത്ത് വരുന്ന നമ്മുടെ ക്യാമ്പുകളിൽ വന്നിട്ടുള്ള കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് അവരെ അവിടെ ബന്ധപ്പെടുത്തി അവർക്ക് വേണ്ട അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ മറ്റു മേഖലകളിൽ ഇപ്പോൾ ആ പ്രദേശത്തുള്ള സാമൂഹ്യപരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വന്നാൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ അവരെ അറിയിക്കുമ്പോൾ അവർ കൃത്യമായി പങ്കെടുക്കുകയും അത്തരം പരിപാടികളിൽ സജീവമായി സഹകരിക്കുകയും ചെയ്യും. ശരിക്കും ഈ നിങ്ങളുടെ പ്രോഗ്രാംസിൽ, അതായത് ഈ ആമാസിന്റെ പ്രോഗ്രാംസിൽ ഫാമിലി അവയർനെസ് എന്ന് പറഞ്ഞൊരു ഇതും കണ്ടിരുന്നു. അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാമിലി അവയർനെസ് ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഫാമിലി ട്രക്കിംഗ് ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഫാമിലി ആയിട്ടുള്ള നടത്തും എക്സസൈസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വനത്തിലേക്ക് ഒരു കുടുംബത്തിന് ഒരുമിച്ച് ട്രക്കിംഗ് നടത്താനും അവർക്ക് തന്നെ ഒരു മാനസികപരമായിട്ട് ഉള്ള ഒരു ഇതുണ്ടാക്കാനും കൂടെ ആയിട്ടാണ് ഫാമിലി അഡ്വഞ്ചർ ട്രക്കിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ എന്തായാലും ഒരു സംഘടനയാകുമ്പോൾ അതിന് ദീർഘദൂരമായ പദ്ധതികളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞു സ്കൂളുകളാണ് തൊട്ടടുത്ത ലക്ഷ്യം, അങ്ങനെ ഒരു ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് അമാസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അമാസിന്റെ ഒരു പ്രധാന ലക്ഷ്യം
കേരളത്തിലൊരു സാഹസിക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നായാലും, കാരണം കേരളത്തിൽ അതിനുള്ള സാധ്യതയുണ്ട്. മറ്റു സ്ഥലങ്ങൾ പോലെ തന്നെ നമ്മുടെ സഖ്യസ്ഥാനുവിന്റെ ഭാഗങ്ങളും അല്ലെങ്കിൽ വനപ്രദേശങ്ങളും ഒക്കെ സാഹസിക സഞ്ചാരികൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലമാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മറ്റ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാരെ ആകർഷിക്കുകയും അവർക്ക് ഇവിടെ വന്നാൽ അത് ശരിക്കും ക്യാമ്പ് ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾ ടെന്റിലാണ് കുട്ടികളെ താമസിപ്പിക്കുന്നത്. ഒട്ടുമിക്ക ക്യാമ്പുകളിലും. അപ്പൊ അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥാപിച്ചിട്ട് അവിടെ ടെന്റ് ബേസുകളും മറ്റുമൊക്കെ പണിത് അവിടെ തന്നെ ആ ടെന്റിനകത്ത് 5 ദിവസം താമസിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വിനോദസഞ്ചാരവുമായിട്ട് ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. ഇതിന് അത്തരത്തിലുള്ള ഒരു ഒരു മേഖലയിലോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നതിന് ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമാണ് ഈ അഡ്വഞ്ചർ ടൂറിസം ഇതിന്റെ പ്രോത്സാഹനത്തിനും. ഇപ്പോൾ ഞങ്ങൾ തന്നെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെ ടൂറിസം വികസിക്കാൻ കഴിയുന്ന സ്ഥലമാണ്, പക്ഷെ അത് വികസിച്ചുണ്ടാവില്ല. ഒരു വാട്ടർഫാൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അഡ്വഞ്ചർ ടൂറിസം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെന്റിനെ സഹായിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള പരിപാടി ആവിഷ്കരിക്കുന്നു. എന്നാൽ പൂർണ്ണമായ ടൂറിസം മേഖലയിലോട്ട് ചെല്ലുന്നതിനോട് വിയോജിപ്പാണ്. കാരണം വനത്തിനകത്ത് ട്രക്കിങ്ങിനോ ഏത് പരിപാടി ചോദിച്ചാലും ഗവൺമെന്റ് അനുമതി തരും. ഇപ്പോൾ അത് തരുന്നതിനൊരു ചെറിയ ഘടകം ഈ സാധാരണഗതിയിൽ ഞാൻ കാണുന്നത് അഡ്വഞ്ചർ മേഖലയിലും മറ്റുമൊക്കെ വരുന്ന ഒരു മദ്യവുമായിട്ട് മല്ലിടാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും യുവജനങ്ങളുടെയും സ്വഭാവ രൂപവൽക്കരണത്തിന് വേണ്ടിയിട്ട് സാഹസികത എങ്ങനെ പ്രയോജനപ്പെടുത്താം. സാഹസികത സന്തോഷത്തിനും ആരോഗ്യത്തിനും എന്നുള്ളതാണ് അതിന്റെ പ്രധാന മുദ്രാവാക്യം. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ മടി പിടിക്കുന്ന അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലും അല്ലെങ്കിൽ നിത്യം കാണുന്ന കുറച്ച് കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കുട്ടികളുടെയും യുവാക്കളുടെയും ചിന്തയെയും പ്രവൃത്തിയെയും വിപുലമായ നമ്മുടെ ലോകത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ ഈ സംഘടനയ്ക്ക് കഴിയുന്നു എന്നറിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ വരികയും ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയും ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും യുവതലമുറയ്ക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം.